പോലീസിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ 1000-ഓളം ഉദ്യോഗസ്ഥർക്ക് അവശ്യ സേവനത്തിനുള്ള വോട്ടുകൾ ചെയ്യാനായില്ല. നോഡൽ ഓഫീസർമാർ അപേക്ഷാ ഫോം തെറ്റിച്ച് നൽകിയതാണ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതായത്. 12D എന്ന ഫോമിന് പകരം 12 എന്ന അപേക്ഷാ ഫോമാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. തുടർന്ന് വോട്ട് രേഖപ്പെടുത്താനായി അതത് ജില്ലകളിലെത്തിയപ്പോഴാണ് ലിസ്റ്റിൽ പേരില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയുന്നത്. തിരുവനന്തപുരത്തെ രാജ്ഭവൻ ഉൾപ്പെടെ തന്ത്രപ്രധാന ഭരണകേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഗാർഡ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്കാണ് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ പോയത്. റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ 1000-ഓളം ഉദ്യോഗസ്ഥർക്ക് അവശ്യസേന വിഭാഗത്തിലുള്ള വോട്ടുകൾ ചെയ്യാനായില്ല. നോഡൽ ഓഫീസർമാർ അപേക്ഷാ ഫോം തെറ്റിച്ച് നൽകിയതാണ് പോലീസുകാർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത്. 12D എന്ന ഫോമിന് പകരം 12 എന്ന ഫോം നൽകി. അതത് ജില്ലകളിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയപ്പോഴാണ് ലിസ്റ്റിൽ പേരില്ല എന്ന് പോലീസുകാർ അറിയുന്നത്. സേനയിലെ മുഴുവൻ പേരുടെയും വോട്ടിനുള്ള അപേക്ഷകൾ ഫോം 12 വഴി ശേഖരിച്ചിരുന്നു. 20 മുതൽ 24 വരെയുള്ള തീയതികളിൽ RRF ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്താനായി തങ്ങളുടെ ജില്ലകളിൽ എത്തിയപ്പോഴാണ് ലിസ്റ്റിൽ പേരില്ല എന്ന വിവരം അറിയുന്നത്. തുടർന്ന് സേനാ ആസ്ഥാനത്ത് അന്വേഷിച്ചു. എല്ലാവരുടെയും വോട്ട് മലപ്പുറത്താണെന്നാണ് മറുപടി ലഭിച്ചത്. എന്നാൽ മലപ്പുറത്തെ കൗണ്ടിംഗ് സെന്ററിൽ പോയി വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് അധികൃതരുടെ മറുപടി. മലപ്പുറത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലെ നോഡൽ ഓഫീസർക്കുണ്ടായ വീഴ്ച മറയ്ക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത് എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.